വേവ്സ് മ്യൂസിക് ഇവൻസിൻ്റെ ആർക്കും പാടാം ആസ്വദിക്കാം വേദിയിലെ ഓണാഘോഷ പരിപാടികൾ 8/9/2024 മിസ്റ്റർ തിലകരാജ് മൃദംഗവിദ്വാൻ ഉദ്ഘാടനം നിർവഹിച്ചു. മമ്മൂട്ടി, സെബി, ശോഭ എന്നിവർ തിരിതെളിയിച്ചു. ആർക്കും പാടാം ആസ്വദിക്കാം വേദിയിൽ ആർക്ക് വേണമെങ്കിലും വന്ന് അവരുടെ പാട്ടിൻ്റെ മികവ് തെളിയിക്കുവാനുള്ള അവസരമാണ്. വേദി എല്ലാ ഞായറാഴ്ചകളിലും 2:30 മുതൽ. പ്രായഭേദമന്യേ ഈ വേദിയിൽ വന്ന് പാട്ടുകൾ പാടാവുന്നതാണ്. അംഗങ്ങൾ പൂക്കളങ്ങൾ ഒരുക്കുകയും വിവിധ ഇനം പരിപാടികൾ ഈ വേദിയിൽ നടത്തുകയും ചെയ്യുകയുണ്ടായി. അംഗങ്ങളുടെ നിറഞ്ഞ സദസ്സ് പരിപാടികൾക്ക് ആവേശം പകർന്നു. സ്വാഗത പ്രസംഗത്തിനായി ശ്രീ മമ്മൂട്ടിയും ഉദ്ഘാടന പ്രസംഗത്തിനായി ശ്രീമാൻ തിലകരാജും ആശംസാ പ്രസംഗത്തിനായി സെബിയും വേദിയിൽ അണിനിരന്നു. ഓണത്തെക്കുറിച്ച് വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഓണം എന്താണെന്നും നമ്മുടെ ഒരു കേരളോത്സവമാണെന്നും നാനാ മതസ്ഥർ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണെന്നും നമുക്കറിയാവുന്നതാണ്. ഈ ഓണത്തിൻ്റെ എൻ്റെ ഓർമ്മയിൽ വരുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ധരിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഉദ്ഘാടന പ്രസംഗത്തിനായി അദ്ദേഹത്തിന് കൊടുക്കാം. അത് പണ്ട് ഞാൻ ജനിച്ച സ്ഥലങ്ങളിലെല്ലാം നാട്ടിൻപുറമാണ്. അവിടെ ഈ ഓണം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ. പുലികളി, ഒരു ക്ലബ്ബ് ചെറുതായിട്ടൊന്ന് രൂപീകരിച്ച് അവിടെ ഉറിയടി, പിന്നെ മറ്റുള്ള ഓണത്തോടനുബന്ധിച്ചുള്ള കുറേ കളികൾ. പക്ഷെ ആ ഒരു കാലഘട്ടം തിരിച്ച് നമുക്ക് കിട്ടത്തില്ല. ഓണം 2 പേരായിരിക്കും ആഘോഷിക്കുന്ന വീട്ടിൽ, എന്നല്ലെങ്കിൽ പറയുന്നത് ഞാൻ ഗ്രാൻഡ് ഫാദേഴ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് മദേഴ്സ്, ഈ 2 പേരുടെ മാത്രം ഒതുങ്ങിയ ഒരു ഓണമാണ് നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? ആ ഒരു കാലഘട്ടം മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല. ഏതായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. നമ്മുടെ മക്കളെ കൂടെ കൂട്ടുവാനും ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ നടത്തുവാനും വേണ്ടി നമുക്ക് ശ്രമിക്കാം. മമ്മൂട്ടി സാറ് ഇന്നത്തെ ഈ പ്രത്യേകതയെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിച്ചു. ഓണത്തെക്കുറിച്ചും നമ്മളുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല ശരിക്കും. പക്ഷേ ഞാനും സാറുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് സാർ പറഞ്ഞു. ഏകദേശം 80-90 കാലഘട്ടങ്ങളിലാണ് ഞാനിവിടെ വരുന്നത്. ഞാൻ പഠിച്ച് ഇറങ്ങിയ സമയത്ത് ആവശ്യമായിട്ട് സാറിനെ പരിചയപ്പെട്ട് അങ്ങനെ വന്ന് ഇവിടുത്തെ മൃദംഗ അധ്യാപകനായിട്ട് ഒരുപാട് വർഷത്തിന് ശേഷം, അല്ല ജോലി കിട്ടുന്നതിന് മുമ്പ്, അല്ല അതിനുശേഷം പിന്നെ ജോലി കിട്ടി ഇങ്ങനെ പോയി. ബന്ധം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ സാറ് വിളിച്ചാൽ സൗകര്യമുണ്ടായ സമയത്തൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ആർക്കും പാടാം ആസ്വദിക്കാം എന്നുള്ളൊരു പ്രോഗ്രാം നമുക്കറിയാം. സാറ് സൂചിപ്പിച്ചു, ഈ കല എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും കിട്ടുന്ന നല്ല ഒരു കഴിവ്, കലയെക്കുറിച്ചുള്ള ഒരു കഴിവ്. അത് മൃദംഗമായാലും പാട്ടായാലും എന്തായാലും നമുക്കത് വളരെ അപൂർവം ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ്, ഭാഗ്യമാണ്. കലാകാരൻ ദൈവത്തോട് കുറച്ച് അടുത്ത് നിൽക്കുന്നു എന്നാണ് നമ്മുടെ പൂർവികരൊക്കെ പറയുന്നത്. അനുഭവത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരു സിസ്റ്റമാറ്റിക്കായി ചിട്ടയോടുകൂടി ഒരു ജീവിതവും ഒരു ജീവിത ശൈലിയും ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ഈ കല നമുക്ക് വഴങ്ങുള്ളൂ, നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ അങ്ങനെ ആ രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം സാറിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, എല്ലാ ഞായറാഴ്ചകളിലും വന്നിട്ട് പാടുന്നു. 70 വയസ്സുള്ളവർ വരെ ഇതിനകത്ത് വന്ന് പങ്കെടുക്കുന്നു, പാടുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഭാഗ്യമാണ്. കാരണം സാറ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളൊക്കെ എല്ലാം ഒട്ടനവധി സങ്കീർണമായ ഒരു ജീവിത രീതിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്രമല്ല, നമ്മളുടെ മക്കളെ കൊണ്ട് നമുക്ക് ദുഃഖം, നമ്മളുടേതായ പേഴ്സണലായിട്ടുള്ള ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഇതെല്ലാം നമുക്ക് മറക്കാം. ഒരു നിമിഷം മറക്കാൻ പറ്റുന്നത് നമ്മളുടെ കലയിലൂടെ മാത്രമാണ്. തീർച്ചയായിട്ടും അതൊക്കെ ഞങ്ങൾ ഒട്ടനവധി പ്രാവശ്യം അനുഭവിക്കുന്നവരാണ്. നമ്മൾ കലയിൽ വലിയ ഒരാളായി
പക്ഷേ വീട്ടിൽ നമ്മൾ ഒരു ഭർത്താവ് നിലയ്ക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള പരാതികളും പരിഭവങ്ങളും കുറ്റപ്പെടുത്തലുകളൊക്കെ നമ്മളിത് വലിയ സ്റ്റേജിൽ നിന്ന് വലിയ പാട്ട് പാടി വലിയ മൃദംഗം വായിച്ചു, നമ്മൾ പ്രസംഗിച്ചു. ആ ഒരു ഹാങ് ഓവറിൽ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് വീട്ടിലെ പരാധീനതകളായിരിക്കും അവർക്ക് പറയാനുണ്ടായത്. അപ്പോൾ ഇത് രണ്ടും ക്ലാഷായി നമ്മൾ അവരുമായിട്ട് വഴക്ക് ഇടുന്ന സന്ദർഭങ്ങൾ ഒട്ടനവധി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പിന്നെ നമുക്കൊരു ഇഷ്യൂ ഉണ്ടായാൽ നിങ്ങൾക്കറിയാം, ഒരു രാത്രി നമുക്ക് നഷ്ടമാകും. ഒരു രാത്രിയുടെ ഉറക്കമാണ് നമ്മുടെ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന ഓണാഘോഷത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം തന്നെയാണ്. മമ്മൂട്ടി സാറ് ഈ കലയ്ക്ക് വേണ്ടി ഒട്ടനവധി, കാരണം ജീവിതം മുഴുവൻ തന്നെയും ഒരു കലാകാരനായിട്ട് ജീവിച്ചു എന്നുള്ളതാണ് സാറിനെ സംബന്ധിച്ച് പറയാനുള്ളത്. കാരണം പണ്ട് കലാഭവനിൽ വയലിൻ വായിക്കാൻ പോയിരുന്ന സാറ് അതിനുശേഷം ഗൾഫിൽ പോയി വർക്ക് ചെയ്ത് ഒട്ടനവധി കഷ്ടപ്പാടിൽ നിന്നാണ് സാർ വന്നത്. ഞാൻ വരുമ്പോൾ സാറിൻ്റെ ആ ചെറിയൊരു ബിൽഡിങ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നാണ് ഈ സാമ്രാജ്യം എല്ലാം സാർ ഉണ്ടാക്കിയത്, കല കൊണ്ട് മാത്രം ഉണ്ടാക്കിയത്. കാരണം അത് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇവിടെ വരുന്ന എല്ലാവരും, ഞാൻ സൂചിപ്പിക്കാൻ പറയുന്ന എല്ലാവരും പറയുന്ന സാറിനെ കുറിച്ച് പറയുന്നതാണ്. കാരണം അത്രയധികം കലയെ സ്നേഹിക്കുകയും കലാകാരന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ കലാകാരന്മാരും വന്ന് അവരെ നിറവോട് ഞാൻ പല സ്റ്റുഡൻസിനെയൊക്കെ ഞാൻ വിടാറുണ്ട് സാറിനടുത്തേക്ക്. അപ്പോൾ അവരൊക്കെ വന്ന് നമ്മളോട് പറയും, സാറിന് പരിചയപ്പെട്ടു, നന്നായി, ക്ലാസ്സുകളൊക്കെ ഗംഭീരമാണ്, അധികം വല്ല സിസ്റ്റമാറ്റിക്കാണ്, എല്ലാം കറക്റ്റായിട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളും. കരമൊക്കെ കേട്ട് കുറച്ച് പാടുന്ന സാർ സൂചിപ്പിച്ചില്ല. അപ്പോൾ അങ്ങനെ പാടുന്ന സമയത്തൊക്കെ ഇതിനുവേണ്ടി ഒരു കോച്ചിങ് ക്ലാസ് കൊടുക്കുക എന്നുള്ളത് അതൊരു വലിയൊരു ഇതാണ്. കാരണം വളരെ കഴിവ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വേരിയേഷൻ ഉണ്ട്. ഓരോ മനുഷ്യനും കഴിവ് വേരിയേഷനാണ്. ചെറിയ കഴിവുള്ളവരുണ്ട്, വലിയ കഴിവുള്ളവരുണ്ട്. ഇപ്പോഴത്തെ പുതിയ തലമുറ നിങ്ങൾ കാണുന്നതല്ലേ, TV ഓൺ ചെയ്ത് കൊച്ചുകുട്ടികൾ, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ദാസേട്ടൻ പാട്ടുള്ള പാട്ടുകൾ അതിഗംഭീരമായിട്ട് പാടുന്നു. എങ്ങനെ ഈ കുട്ടികൾ പാടുന്നു? അവർക്ക് ആർക്കെങ്കിലും കോച്ചിങ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കോച്ചിങ് കൊടുത്തിട്ട് പാടുന്നല്ല, അവർക്ക് ജന്മത്തിൽ പുതിയ ജനറേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ അവർക്ക് നമ്മളിൽ കൂടുതൽ വ്യത്യാസം. നമ്മുടെ മക്കളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാം ടെക്നോളജി വളർന്നില്ലേ? ടെക്നോളജി വളർന്ന സമയത്താണ് നമ്മളൊക്കെ ഒരു ഫോൺ പോയിട്ട് റേഡിയോ ഇല്ലാത്ത കാലത്ത് തന്നെ നമ്മൾ ജീവിച്ച ആൾക്കാരാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് സാർ എന്നെ വിളിച്ചതിൽ. ഞാൻ സാറിനോട് നന്ദി പറയാണ്. കാരണം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എനിക്ക് പരിചയമുള്ളവരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓണാഘോഷത്തെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. ഓണം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയോത്സവമാണ്. മലയാളികൾ എവിടെയുണ്ട്, ലോകത്ത് എവിടെയുണ്ട്, അവിടെയെല്ലാം ആഘോഷിക്കുന്ന ഒരു ഓണമാണ്. സംസാരിച്ച ബഹുമാനപ്പെട്ട തിലകൻ മാസ്റ്റർ, മൃദംഗവിദ്വാൻ മമ്മൂട്ടി സാറുമായി എനിക്ക് വർഷങ്ങളായി ഈ സ്ഥാപനത്തോട് പല വിധത്തിലുള്ള ബന്ധമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ കീബോർഡ് പഠിക്കാൻ വേണ്ടി വന്നു. പിന്നെ എൻ്റെ ബ്രദർ വയലിനിസ്റ്റ് ബാംഗ്ലൂർ, അദ്ദേഹത്തിൻ്റെ ഒറ്റ ചങ്ങാതിയാണ് മമ്മൂട്ടി മാസ്റ്റർ. ഇപ്പോൾ ഈ ആർക്കും പാടാം എന്ന ഈ പരിപാടി കോവിഡ് കാലഘട്ടത്തിൽ അദ്ദേഹം ആരംഭിച്ചാണ്. അന്ന് മുതൽ ഉള്ളൊരു കോർഡിനേറ്ററാണ് ഞാൻ. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് സാമ്പത്തിക ലാഭം കണക്കാക്കി കൂടുതൽ പ്രധാനം കൊടുത്തുകൊണ്ട് കൂടുതൽ മെമ്പേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തി നടത്താം. പക്ഷെ അതല്ല അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. നമുക്ക് പാടാനൊരു ഏത് രീതിയിലും തുടക്കക്കാർക്കും നല്ലോണം പാടുന്നവർക്കും എല്ലാം പാടാനൊരു വേദി അതാണ് ആർക്കും പാടാൻ ഉദ്ദേശിക്കുന്നത്. അതിന് അവർക്ക് അവസരം സൃഷ്ടിക്കുക എന്നുള്ള ഒരു സദുദ്ദേശത്തോടെയാണ് ഈ പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ചത്. ഇപ്പോഴും ഇത് തുടർന്നുകൊണ്ട് പോകുന്നത്. കർക്കിടകത്തിൻ്റെ വറുതിയുടെ നാളുകളിൽ നിന്ന് പിറ്റേ മാസം ചിങ്ങം പിറന്നു, നെല്ല് കൊയ്തു, സസ്യലതാദികൾ, കിഴങ്ങുവർഗ്ഗങ്ങളൊക്കെ സമൃദ്ധിയായി ഉണ്ടായി. ആ ഒരു സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ ഒരു ഊണ് കഴിക്കാൻ വേണ്ടി ഊണിന് മുമ്പിൽ വിശന്നിരിക്കുന്ന കൊച്ചുകുട്ടികൾ അവരുടെ കൂത്തുസാഹിത്യമായിട്ട് അവർ അന്ന് വിളമ്പുമ്പോൾ തന്നെ ആ ഒരു അച്ചാറൊക്കെ എടുത്ത് പിടിക്കഴിക്കും. അതാണ് ഓണത്തിൻ്റെ ശരിക്കുള്ള ആസ്വാദനം. ആ വറുതിയുടെ നാളുകളിൽ കിട്ടുന്ന ആ ഒരു ഭക്ഷണം. പിന്നീട് ഓണത്ത് വസ്ത്രം, പുതിയ വസ്ത്രം എടുക്കാനുള്ളത്. ഇന്നത്തെ സ്ഥിതി അതല്ല. ശരിയായിട്ടുള്ള ഓണത്തിൻ്റെ ആസ്വാദനം ഇല്ലായ്മയുടെ നാളിൽ നിന്ന് നമുക്ക് ആദ്യമായി കിട്ടുന്ന ആ ഒരു സമൃദ്ധിയുടെ ഊണ് കഴിക്കുമ്പോഴാണ്. ഏതായാലും ആ ഒരു സമൃദ്ധിയുടെ നാളുകളെ ഓർത്തുകൊണ്ട് ആണ് നാം എല്ലാം ആഘോഷിക്കുന്നത്. എല്ലാ
കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും ഈ ഓണാഘോഷ പരിപാടി നടത്തുന്നുണ്ട്. ഇവിടെ ഈ സംഗീത കൂട്ടായ്മയുടെ ഇന്നത്തെ ഈ ഓണാഘോഷ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അംഗങ്ങൾ നടത്തിയ വിവിധ ഇനം കലാപരിപാടികൾ സ്റ്റേജിൽ അരങ്ങേറി. el